നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ജാതകദോഷം ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാവില്ല വല്യച്ഛ. തീർച്ചയായും ഏത് ദോഷങ്ങൾക്കും പ്രതിവിധിയുണ്ട്. ഇതിനുമുണ്ട് പ്രതിവിധി. നോക്കാം. വടക്കില്ലത്ത് പോണം. വടക്കില്ലോ? അതെവിടെയാണ്? ഇവര് താമസിക്കുന്ന സ്ഥലത്ത് നിന്നും കുറച്ചു ദൂരം അകലെയായി പഴയ ഒരു ഇല്ലമുണ്ട്. അവിടെ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ ചെന്ന് നിങ്ങൾ മഹാശിവലിംഗ പൂജ ചെയ്യണം. ഗൗതമിനെ ബാധിച്ചിരിക്കുന്ന ഈ കാലദോഷത്തിന് ഇത് മാത്രമാണ് ഏക പ്രതിവിധി. മഹാശിവലിംഗ പൂജയ്ക്ക് പേര് കേട്ട സ്ഥലമാണ് വടക്കില്ലം. അവിടെ 7 ദിവസം വ്രതാനുഷ്ഠാനങ്ങളോടെ നിങ്ങൾ രണ്ടുപേരും പൂജ ചെയ്യണം. നിങ്ങൾ ഒരുമിച്ചാണ് പൂജ ചെയ്യേണ്ടത്. ശ്രീ പരമേശ്വരന് ശ്രീപാർവതി എന്ന പോലെ ഭാര്യ ഈ പൂജയിൽ കർമ്മനിരതയായിരിക്കണം. 7 ദിവസത്തിൽ ഒരു ദിവസം പോലും വിട്ടുനിൽക്കാൻ പാടില്ല. പൂജ തടസ്സപ്പെടും. പിന്നീട് അതിന് ഫലമില്ലാതെയാവും. മഹാശിവലിംഗ പൂജ പൂർത്തിയാവുന്നതോടെ ഈ കാലദോഷത്തിന് അറുതിയുണ്ടാകും. നിധി ഗൗതമിന്റെ യഥാർത്ഥ നിധിയായി തീരും. നിങ്ങൾക്ക് സന്താനലബ്ധി ഉണ്ടാവും. ആ സന്താനത്തെ നശിപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. 7 ദിവസത്തെ പൂജയാണ്. ഒരു ദിവസം പോലും പൂജ മുടക്കരുത്. മുത്തശ്ശ, ഒരു ദിവസം പൂജ മുടങ്ങിയ മറ്റൊരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? പാടില്ല. അമാവാസിയിൽ അവസാനിക്കുന്ന പൂജയാണത്. അതിലെ ഒരു മുഹൂർത്തം പോലും മുടങ്ങാൻ പാടില്ല. മുടങ്ങിപ്പോയാൽ പിന്നീട് അത് പൂർത്തിയാക്കാൻ നിങ്ങൾ 5 വർഷം കാത്തിരിക്കേണ്ടി വരും. മഹാശിവലിംഗ പൂജയ്ക്ക് മനസ്സുകൊണ്ട് നിങ്ങൾ തയ്യാറാണോ? ഞങ്ങൾ തയ്യാറാണ് മുത്തശ്ശ. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മുത്തച്ഛന്റെ ഉപദേശം തേടാനായിട്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എങ്കിൽ നേരം കുറിക്കാം. അതിനു മുമ്പ് നിങ്ങളോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്താ മുത്തശ്ശ? നിങ്ങളെയെല്ലാം ഇങ്ങോട്ട് വരുത്തിയതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. വടക്കില്ലത്ത് നടക്കുന്ന മഹാശിവലിംഗ പൂജയിൽ വ്രതാനുഷ്ഠാനങ്ങളോടെ നിങ്ങളും പങ്കെടുക്കണം. ഞങ്ങളോ? അതെ, ഇതേ കാര്യത്തിനാണ് നിങ്ങളെയും ഞാൻ ഇങ്ങോട്ട് വരുത്തിയത്. മുത്തശ്ശ, ഞങ്ങൾ ഈ പൂജ ചെയ്യേണ്ട കാര്യം എന്താ? ഗൗതമേട്ടന്റെ ദോഷം ഞങ്ങൾക്കില്ലല്ലോ. ഗൗതമേണ്ട അഘോരയോഗം നമുക്കുണ്ടോ മുത്തശ്ശ? മഹാശിവലിംഗ പൂജയ്ക്ക് ലക്ഷ്യം പലതുണ്ട്. അതിലൊന്ന് ഗൗതമിനെയും നിധിയെയും ബാധിച്ചിരിക്കുന്ന പ്രതിസന്ധികളാണെങ്കിൽ മറ്റൊന്ന് നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള നെഗറ്റീവ് എനർജിയാണ്. നിങ്ങളുടെ പഠനത്തിന് തടസ്സം കാണുന്നുണ്ട്. അതിനെ മറികടക്കാൻ മഹാശിവലിംഗ പൂജയ്ക്ക് കഴിയും. നമ്മളെ ഇതിന്ന് ഒഴിവാക്കാൻ മുത്തശ്ശനോട് പറയടി. പറഞ്ഞ മുത്തശ്ശൻ വഴക്ക് പറയോ? 7 ദിവസം നമ്മളും ഈ പൂജയിൽ പെട്ടുപോവല്ലോ. നീ മുത്തശ്ശനോട് എന്തെങ്കിലും പറ. പരീക്ഷ എന്ന് പറ. മുത്തശ്ശൻ പറയുന്നതനുസരിച്ചില്ലെങ്കിലേ ദോഷം സംഭവിക്കും. എതിർത്തൊന്നും പറഞ്ഞൂടാ. പൂജയുടെ മുഹൂർത്തങ്ങൾ നാഴിക വിനാഴിക തിരിച്ച് കുറിച്ചു തരാം. ഗൗതമും നിധിയും പൂജയ്ക്ക് തയ്യാറാണ്. നിങ്ങളും തയ്യാറല്ലേ? ഞങ്ങൾ തയ്യാറാണ് മുത്തശ്ശൻ. ഇനി
വ്രതാനുഷ്ഠാനത്തെപ്പറ്റി പറയാം. പ്രധാനമായും നിധിയും ഗൗതവും അനുഷ്ഠിക്കേണ്ട വ്രതമാണ് പറയാനുള്ളത്. ഈ പൂജ തുടങ്ങി അവസാനിക്കും വരെ നിങ്ങൾ രണ്ടുപേരും ഭാര്യാഭർത്താക്കന്മാരായി ഒരുമിച്ച് ജീവിക്കരുത്. പൂജ നടക്കുന്ന 7 ദിവസവും നിങ്ങൾ രണ്ടുപേരും രണ്ടിടത്തായി താമസിക്കണം. ബന്ധുവീട് പോലും വർജ്യമാണ്. 7 ദിവസം നിങ്ങൾ ബ്രഹ്മചാരിയായും കന്യകയായും ജീവിച്ച് പൂജ പൂർത്തിയാക്കണം. എങ്കിൽ മാത്രമേ പൂജയുടെ ഫലം പൂർണ്ണമാവൂ. അപ്പോ എല്ലാവരും 7 ദിവസത്തെ മഹാശിവലിംഗ പൂജയ്ക്ക് തയ്യാറെടുത്തുകൊള്ളുക. രണ്ടുപേരെ ഒന്നിച്ച് താമസിക്കരുതെന്ന് മുത്തശ്ശൻ പറഞ്ഞതേ നല്ല വിഷമായെന്ന് തോന്നുന്നു. എങ്കിയ വിഷമം നമുക്ക് മാറ്റിയെടുക്കണമല്ലോ. വാ. ഹലോ. രണ്ടുപേർക്കും എന്ത് പറ്റി? ഏയ് ഒന്നുമില്ല വൃന്ദ, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരുന്നു പോയതാ. നിങ്ങൾ ആലോചിച്ചിരുന്ന കാര്യം എന്താന്ന് ഞങ്ങൾക്കറിയാം. എല്ലാരും കൂടി എന്താ ഒരു കൂടിയാലോചന? മുത്തശ്ശൻ നിർദ്ദേശിച്ച കാര്യങ്ങള് നിങ്ങൾക്കെല്ലാവർക്കും ഒരു വിഷമം ഉണ്ടാക്കിയോ? ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല ഓപ്പോളെ. മുത്തശ്ശൻ ആ പൂജയെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നപ്പോ തന്നെ എനിക്ക് ഭയങ്കര ഫീലായി. ഞാൻ ഭയങ്കര എക്സൈറ്റഡാ ആ പൂജ ഒന്ന് കാണാനും പങ്കെടുക്കാനും. വടക്കില്ലത്തെ മഹാശിവലിംഗ പൂജ നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു അനുഭവമായിരിക്കും. അതൊരു സാധാരണ പൂജയല്ലെന്ന് മുത്തശ്ശൻ പറഞ്ഞു കേട്ടപ്പോ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായോ പോളെ. വടക്കില്ലത്തെ പൂജയ്ക്ക് പോകുമ്പോ രണ്ടുപേരും പിരിഞ്ഞു താമസിക്കുന്നതാണോ നിങ്ങളുടെ വിഷമം? ഒരു ഭാര്യയോടും ഭർത്താവിനോടും ഒരു ദിവസമെങ്കിലും അവർ ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കരുതെന്ന് ആര് പറഞ്ഞാലും അത് തെറ്റല്ലേ ഓപ്പോളെ? നമ്മളെ മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞല്ലോ. മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞാൽ എന്താ തെറ്റ്? 7 ദിവസത്തെ പൂജയ്ക്ക് വേണ്ടിയുള്ള വ്രതാനുഷ്ഠാനങ്ങളെ പെട്ട കാര്യമല്ലത്. അപ്പൊ അത് ചെയ്യേണ്ടി വരുമല്ലോ. ആഹാ, 7 ദിവസം രണ്ടായി രണ്ടിടത്ത് ജീവിക്കാൻ നിങ്ങൾ മെന്റലി പ്രിപ്പയർഡാ. പിന്നെന്തിനാ വിഷമിക്കുന്ന? 7 ദിവസം ആ സ്ഥലത്ത് ഞങ്ങൾ രണ്ടിടത്തായിട്ട് എവിടെ താമസിക്കും? അതാ ഇപ്പോ ഗൗതമിന്റെ ടെൻഷൻ.